ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിംഗ് ഓഫ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇമേജ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. What is the basic for numerous spatial domain processing technique? ഒരു numerous spatial domain processing technique ബേസിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്താണ്? Transformation, scaling, histogram, none of the above. Option C ആണ് right answer. Histogram is the basis for numerous spatial domain processing techniques. Option C ആണ് right answer. In dash image, we notice that components of histogram are concentrated on the low side on intensity scale. ഒരു intensity scale ന്റെ low side ലേക്ക് ഒരു ഹിസ്റ്റോഗ്രാമിന്റെ കോമ്പണന്റുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് ഏത് ഇമേജ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കൂ. ബ്രൈറ്റ്, ഡാർക്ക്, കളർഫുൾ, ഓൾ ഓഫ് ദി അബ് മെൻഷൻഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഒരു ഡാർക്ക് ഇമേജില് നമ്മൾ ആ ഒരു ഹിസ്റ്റോഗ്രാമിന്റെ കോമ്പണന്റുകളെല്ലാം തന്നെ ഒരു ഇന്റൻസിറ്റി സ്കെയിലിന്റെ ലോ സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ഡാർക്ക് ഇമേജിന്റെ ആയിരിക്കും. What is histogram equalization also called? Histogram equalization എന്ന് പറയുന്നതിന്റെ വേറൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Histogram matching, image enhancement, histogram linearization, none of the mention. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഹിസ്റ്റോഗ്രാം ലീനിയറൈസേഷൻ എന്നുള്ള പേരിലും കൂടി ഈ പറയുന്ന ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ഹിസ്റ്റോഗ്രാം ഇമേജിനെ നമ്മളൊരു ഫ്ലാറ്റൻ ടൈപ്പിലേക്ക് നമ്മൾ ഫ്ലാറ്റൻഡ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹിസ്റ്റോഗ്രാമിന്റെ ടോട്ടൽ ഷേപ്പ് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ അത് പഠിച്ചിരുന്നു അല്ലെ, ഒരു ഇങ്ങനെയുള്ള ഒരു ഇമേജിനെ നമ്മൾ തിയറി ക്ലാസ്സിൽ നമ്മൾ അതിനെ ഒരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ടോട്ടൽ ഷേപ്പ് ഓഫ് ദ ഹിസ്റ്റോഗ്രാം ഇമേജ് ഈസ് ചേഞ്ച്ഡ്. ഓക്കെ, അതാണ് നമുക്ക് പറയുന്ന ആ ഒരു ഹിസ്റ്റോഗ്രാം ഈക്വലൈസേഷൻ എന്ന് പറയുന്നത്. അനദർ നെയിം എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം ലീനിയറൈസേഷൻ ആണ്. What is the sum of all components of a normalized histogram? ഒരു നോർമലൈസ്ഡ് ഹിസ്റ്റോഗ്രാമിന്റെ ഉണ്ടാവുന്ന എല്ലാ കോമ്പണന്റുകളുടെയും സം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 1 - 1 0. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1 is the right answer. ഓക്കെ, അപ്പോൾ ഒരു 1 എന്ന് പറയുന്നതാണ് ആ ഒരു എല്ലാ കോമ്പണന്റുകളുടെയും സം. ഒരു നോർമലൈസ്ഡ് ഹിസ്റ്റോഗ്രാമിന്റെ എല്ലാ കോമ്പണന്റുകളുടെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നോർമലൈസ്ഡ് ഹിസ്റ്റോഗ്രാമിന്റെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? P of RK is equal to NK by N ആണ്. Where N എന്ന് പറഞ്ഞാൽ എന്താണ്? It is the total number of pixels. ഒരു ഇമേജിൽ ഉണ്ടായിരുന്ന ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആണ് N എന്ന് പറയുന്നത്. RK എന്ന് പറയുന്നത് kth ഗ്രേ ലെവൽ ആണ്. kth ഗ്രേ ലെവലിനെയാണ് നമ്മൾ RK എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. NK എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് വിത്ത് ഗ്രേ ലെവൽ RK. ഗ്രേ ലെവൽ RK ൽ ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? NK എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, the technique of enhancement that has specified histogram processed image as a result is called. Okay, ഏതൊരു ടെക്നിക്കിലാണോ നമ്മുടെ ഒരു സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാം പ്രോസസ്ഡ് ഇമേജിനെ നമ്മൾ എൻഹാൻസ്മെന്റ് നടത്തുന്നത്, ഓക്കെ, അതിനെ നമ്മൾ പറയുന്നത് ഹിസ്റ്റോഗ്രാം മാച്ചിങ് എന്നാണ്. ഹിസ്റ്റോഗ്രാം മാച്ചിങ്. നോർമൽ ആയിട്ട് ഹിസ്റ്റോഗ്രാം സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ഹിസ്റ്റോഗ്രാമിലാണ്. അതായത് ഷേപ്പ് ഓഫ് ദ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ് അല്ലെ. അത് ഒരു ജനറേറ്റ് ഒരു ഇമേജ് പ്രോസസ്സിലേക്ക് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം മാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഇമേജ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.